ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ ആണ്. എലക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സൂപ്പർ സ്മാർട്ട് വാച്ച്, ഒരു ക്ലാസിക് ടച്ച് ഉള്ള സൂപ്പർ സ്മാർട്ട് വാച്ചാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്. ശരിക്കും അതിൻ്റെ അൺബോക്സിങ് എല്ലാം കഴിഞ്ഞതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് അൺബോക്സിങ് ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോക്സ് ഇവിടെ മാറ്റി വെക്കട്ടെ, സ്മാർട്ട് വാച്ചാണത്. സ്മാർട്ട് വാച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതും ടൈം സെറ്റ് ചെയ്യുന്നതും ഫോട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ വീഡിയോസ് തന്നെയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്മാർട്ട് വാച്ച് ഇത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, മൊബൈലുണ്ട്. നമുക്ക് ഫസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് ഇത് ചെയ്യാനുള്ളത്. QR കോഡെല്ലാം സ്കാൻ ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മൊബൈലിൽ ഇതാ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഗ്ലോഫിറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഇവിടെ ഒരുപാട് പെർമിഷനുകളെല്ലാം ചോദിക്കുന്നുണ്ട്, അതെല്ലാം കൊടുത്തിട്ട് നമുക്കിത് ലോഗിൻ ചെയ്യാണ്ട് ആദ്യം സ്കിപ്പ് അടിച്ച് നോക്കി വെക്കാം. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ, ഇതിനൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുക്കണം. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൂഗിൾ അക്കൗണ്ട് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പോയാലും മതി. അപ്പോൾ ഒരു യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്തിട്ട് ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, നമ്മളിത് അവിടെ ഇത് സ്കിപ്പ് കൊടുക്കുന്നുണ്ട്. സ്കിപ്പ് കൊടുത്തിട്ട് ഇതാ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഇതാ സ്കിപ്പ് കൊടുത്തപ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മെയിലിൽ വരുന്നു. വീണ്ടും നമ്മളിതാ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മളെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഹൈറ്റ് വെയിറ്റ് ഇതെല്ലാം വരുന്നത് ഇത്രയാണ് വരുന്നത്. ഓക്കെ, അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ എൻ്റെ KG കൊടുക്കണം. KG എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന് ശേഷം നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. വാച്ച് ഇൻ്റർഫേസിൽ നമുക്ക് പോയി നോക്കട്ടെ. ഇതിൽ വന്നതിന് ശേഷം ഇത് കൊടുക്കണം. ഓക്കെ, സെർച്ചിങ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കാണിക്കുന്നത് നമുക്ക് ലൊക്കേഷൻ ഓണാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിവിടെ വാച്ചിൽ വന്നിട്ട് ബ്ലൂടൂത്ത് ഓണാക്കി കൊടുക്കണം. അപ്പോൾ ഇതെന്നാന്ന് വിചാരിക്കണം, ബ്ലൂടൂത്ത് ഓണാക്കാനുള്ള ഒരു ഓപ്ഷൻ. ബ്ലൂടൂത്ത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്, ലൊക്കേഷൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് പോകുന്നു. ഇവിടെ നമുക്ക് സെർച്ചിങ് നോക്കി നോക്കാം. ഓക്കെ, ചോദിക്കുന്ന പെർമിഷനെല്ലാം ഹലോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെർച്ചിങ് ആയിക്കൊണ്ടിരിക്കണം. ബ്ലൂടൂത്ത് ഇവിടെ സെർച്ചിങ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, കണക്റ്റ് ആയോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ലൊക്കേഷൻ ഓണാക്കി കൊടുത്തതിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതതിനാണ് വാച്ചിൻ്റെ ആ ഒരു ഇതിവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലായിരുന്നിട്ട് വന്നിട്ടുണ്ട്. തന്നെ ഓക്കെ, അതാ കണക്റ്റിങ്ങിൻ്റെ ആ ഒരു ലോഗോ എല്ലാം കാണിക്കുന്നുണ്ട്. കണക്റ്റ് ആവട്ടെ. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇതാ കണക്റ്റ് വാച്ചിലും അതിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിത് ഇവിടെ ഓക്കെ കൊടുത്ത് നോക്കാം. കണക്റ്റഡ് എന്നല്ല പറഞ്ഞത്. ഓക്കെ, അത് ഗ്രീൻ ടീൻ ഇതിവിടെ വന്നിട്ടുണ്ട്. അവിടെ വാച്ചിൽ കണക്റ്റ് ആയതിൻ്റെ ആ ഒരു ഇതിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ആയിട്ടാ. ചിലത് ആവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വാച്ചിൻ്റെ ഒരുപാട് ഇതെല്ലാം ഉണ്ടല്ലോ അല്ലേ. അടിപൊളി, സൂപ്പർ. എന്തായാലും നമുക്ക് ആദ്യം വാൾപേപ്പർ ഇതാക്കണ്ടേ. ഇതിൽ പോയിട്ട് നമുക്ക് ഇത് കൊടുക്കണം. എയർ കണക്ട് ചെയ്യേണ്ട ആ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. യെസ് കൊടുക്കുന്നുണ്ട്. സൗണ്ട് എല്ലാം കൂട്ടി ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് വാച്ചിൻ്റെ ഇൻഫർമേഷനെല്ലാം വന്നിട്ടുള്ളത് അല്ലേ. സൂപ്പർ. ഇതിൽ നമുക്ക് ഏതെങ്കിലും നല്ലൊരു സൂപ്പർ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇതിലെല്ലാം ഫ്രീ തന്നെയാണ് കേട്ടോ. അതിൽ നമ്മൾ ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു 100ൽ പരം വാച്ചിൻ്റെ മോഡൽസുകളുണ്ട്, അതെല്ലാം ഫ്രീ ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൽ പോയി കണ്ടാൽ ആ ഒരു സെക്ഷൻ്റെ ഒരുപാട് വെറൈറ്റി മോഡൽസുകൾ ഇതിൽ കാണുന്നതാണ്. നോക്കി നോക്കാം നമുക്ക്. ഓക്കെ, സൂപ്പർ. ഇതിലിതാ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് വരുന്നത്. നമുക്കിത് ഇവിടെ വന്നിട്ട് ബാക്ക് പോകണം. അതിന് ശേഷം ഈ ഒരു ഇതിൽ നമുക്ക് പോയിട്ട് ഈ മോർ ഓപ്ഷനിൽ പോകുമ്പോൾ ആ ഒരു സൈഡിലത്തെ ഒരുപാട് മോഡൽസ് ആണ് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിന് ഡൗൺലോഡ് ചെയ്യാം. ഇതിതാ ഇത്രയും വെറൈറ്റികളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത്ര ഇവിടെ ഏതായാലും ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ഇതവിടെ വരുന്നു.
ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. വാച്ചിൽ കാണേണ്ടത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, വാച്ചിൽ ഇതാ ഡൗൺലോഡ് ആവുന്നുണ്ട്, അത് കാണുന്നുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാ സൂപ്പർ ഇട്ടാ, ഒരു രക്ഷയില്ലാത്ത ഡയലിട്ടാ, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കണ്ട പോലെ ഒന്നല്ലേ. പിന്നെ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഇട്ടാ. ഓ അടിപൊളി. ഇനി നമുക്കിതാ ബാക്ക് പോയതിന് ശേഷം നമുക്ക് വാൾപേപ്പറെല്ലാം സെറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. അതിന് ശേഷം നമുക്ക് മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് പോയി നോക്കണം. ഇതേ ഇവിടെ വരുന്നു, ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ഇതെല്ലാം വരുന്നത്. ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് കാര്യം ഡാറ്റ മെൻഷനെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വാച്ചിലും കാണുന്ന പോലെ ഇവിടെ തന്നെ നമുക്ക് വാക്കിങ്ങിനും ഇതിനെല്ലാം പോകുമ്പോൾ ട്രാക്കിങ്, നമ്മളെ ട്രാക്ക് ഇതെല്ലാം കാണിച്ചു തരുന്ന ആ സംഭവങ്ങളും എത്ര ദൂരെ നമ്മൾ നടന്നു എന്നുള്ളത് കാണിക്കാനുള്ളത്. ഇതാണ് മെയിൻ ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ വന്നിട്ട് നമ്മളെ വെയിറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതായിരുന്നു. ഓക്കെ, സിസ്റ്റത്തിൽ പോയി എന്നുണ്ടാൽ അപ്ഡേറ്റ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് നോക്കിയൊക്കെ കാണുന്നില്ല. ഒക്കെ വീണ്ടും ഇതിൽ വരുന്നു. ഇതിൽ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ എല്ലാം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷന് വീക്ക്ലി വോയിസ് അപ്ഡേറ്റ് വല്ലതും ഉണ്ടെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. അപ്ഡേറ്റ് എല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ, ബാക്ക് വരുന്നു. ക്ലിയർ ഡാറ്റ, എന്തായാലും അടിപൊളി സംഭവം തന്നെയാണ്. ഇതിൽ പോയിന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്തെല്ലാം ആവശ്യമുള്ള വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി കൊടുത്താൽ മതി മാത്രം. ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കോളിങ്ങിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഓണാക്കി കൊടുക്കുന്നുണ്ടാൽ എല്ലാ സംഭവങ്ങളും ഇതാക്കട്ടെ. അലാറം സെറ്റ് ചെയ്യുക, ഹെൽത്ത് മോണിറ്ററേറ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിനി പിക്ചർ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മളെ ഫോട്ടോ ഇതിൽ വെക്കാൻ പറ്റുമെന്നുള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിക്ചർ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോർ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഓണാക്കിയതിന് ശേഷം ഇവിടെ ഈ ഒരു ഇതിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതിൽ നമ്മൾ ടച്ച് ചെയ്യാണ്. ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് ഗാലറിക്ക് പോകാനുള്ള ഓപ്ഷൻസ് ആവും ചിലപ്പോൾ വരെ. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം. ഓക്കെ, ഇതവിടെ ഗാലറി കാണിക്കുന്നുണ്ട്. ഗാലറിക്ക് പോകുന്നു. നമ്മൾ ഗാലറിക്ക് പോയിട്ട് ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഫോട്ടോസ് നമുക്ക് എടുത്തിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാനിതാ ഈ ഒരു ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. ഈ ഫോട്ടോസ് എടുത്തതിന് ശേഷം ഇതവിടെ ടിക്ക് മാർക്ക് ഇടുന്നു. ടിക്ക് മാർക്ക് എടുത്തിട്ട് ഇതാ ഇവിടെ നമുക്കിത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രോപ്പ് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്തതിന് ശേഷം ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണ് ഇത് എവിടെയാണ് വരുന്നത് ഡൗൺലോഡിൻ്റെ അത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലോട്ട് അത് പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇതാ ടൈമിങ് മോളിക്കും ഇതാക്കി ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊന്ന് പോയി നോക്കി നോക്കാം. ഇതിൽ നമുക്ക് ടൈമിങ്ങിൻ്റെ കളർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻസ് ഒന്നും കാണാറില്ല. സാധാരണ കാണേണ്ടതായിരുന്നു, എന്താണെന്ന് അറിയില്ല. ഈ രണ്ട് ഓപ്ഷൻസ് കാണുന്നുള്ളൂ. അങ്ങോട്ട് എടുക്കും പോകുന്നൊന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അതിന് ശേഷം ഡൗൺലോഡ് കൊടുത്തു നോക്കുന്നുണ്ട്. നമ്മൾ ഡൗൺലോഡ് കൊടുത്തുകൊണ്ടാൽ വാച്ചിൽ വരേണ്ടതാണ്. അങ്ങനെ നമുക്ക് വാൾപേപ്പർ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള ഒരു എറർ എന്തോ കാണിക്കായിരുന്നു. അങ്ങനെ നമ്മളിത് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ വേറെയും കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. അങ്ങനെ ഇത് ഓണാക്കി കൊടുക്കണം കേട്ടോ. ഈ വാച്ചിൻ്റെ ഇതാണിത്. ഒരു മിനിറ്റ് ഞാൻ ബാക്ക് പോയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഈ വാച്ചിൻ്റെ ആപ്ലിക്കേഷൻ. എന്താണ് ഈ ആപ്ലിക്കേഷൻ അവിടെ ഓണാക്കി കൊടുക്കണം. അതിന് ശേഷം ബാക്ക് പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ അവിടുന്ന് ആ ഒരു റെഡ് ഇതിലുള്ള അത് പോയി കണ്ടില്ലേ. ഇനി നമുക്ക് ഫോട്ടോ വെക്കാൻ പറ്റുമെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. എല്ലാം സെറ്റ് ചെയ്ത് ടൈം ഇവിടെ താഴത്താക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് കൊടുത്തു നോക്കുക. പക്ഷെ എന്നിട്ടും ഡൗൺലോഡ് ആവുന്നത് കാണുന്നില്ല കേട്ടോ. എന്തോ പ്രശ്നമുണ്ട്. സംതിങ് എവിടെ പോയോ എന്തോ ഒരു സെറ്റിങ്സ് വീണ്ടും ഓൺ ആക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ലൊക്കേഷൻ എല്ലാം ഓണാണ്. ഇതിൽ ബ്ലൂടൂത്തും അതും ഓണാണ്. എല്ലാം കണക്റ്റഡ് ആണ്. ഒരു മിനിറ്റ്, ചിലപ്പോൾ ഇനി ലൊക്കേഷൻ എല്ലാം ഓണാണ് കേട്ടോ. എല്ലാം ഓക്കെയാണ്. ബ്ലൂടൂത്തും കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളിത് ഫോട്ടോ ഒക്കെ മാറ്റി വയ്ക്കും. ഫോട്ടോ എല്ലാം ആവുന്നുണ്ട്. അതേപോലെ തന്നെ ടൈം കാര്യങ്ങളെല്ലാം ഇതവിടെ മാറുന്നത് കണ്ടില്ല. നമ്മളിതങ്ങനെ ചെയ്യുമ്പോൾ അതവിടെ എല്ലാം മുകളിൽ ഇതെല്ലാം മാറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആവുന്നില്ല. ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് നമ്മൾ കൊടുക്കണം. എന്താണെന്ന് അറിയില്ല, അങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്ട. എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കി നോക്കണം.
സുഹൃത്തുക്കളെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.